കോഴിക്കോട് തിരുവമ്പാടിയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ ഇന്നും സമരം തുടരാൻ വീട്ടുടമസ്ഥർ. പ്രതിഷേധം കണക്കിലെടുത്ത് കെഎസ്ഇബി ഓഫീസിന് കാവൽ തുടരുകയാണ്. അറസ്റ്റിലായ അജ്മലും സഹോദരനും റിമാൻഡിലാണ്. ഒരു കാരണവുമില്ല, ഞങ്ങളുമായിട്ട് കട്ട് ചെയ്ത് പോകുന്നതാണ്. ഒരു ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ബില്ലടക്കായൊന്നുമില്ല. പിന്നെ അങ്ങനെ എന്തിനാണ് ഊരുന്നെന്ന് വെച്ചത്, ഞങ്ങൾക്ക് മേലിന് ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ചെയ്ത്. മേലിന് ഓർഡർ വന്നിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കറണ്ട് കിട്ടണം. ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവിടെ ലൈറ്റും വെള്ളമൊന്നുമില്ല. ഒരുപാട് പ്രയാസത്തില്ല. ബാത്റൂമിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം അടിച്ചിട്ട് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾക്ക് തിരിച്ച് കറണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. ഞങ്ങൾ പൈസ അടക്കാണ്ട് ഇനി ആ പൈസ ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാ ഊരി കൊണ്ടുവന്നെന്ന് അറിയില്ല. ഇവരെ പേരിലുള്ള ഇതാണ്. ഇവരൊന്നും ചെയ്തില്ല, ഞാനും ചെയ്തില്ല. എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വന്ന് ഊരി കൊണ്ടുവന്നോട്ടെ. ഞങ്ങളെ കറണ്ട് തിരിച്ചു കിട്ടണം. അതുവരെ അവിടെ ഇരിക്കും. പിന്നെ ഏതായാലും ഇങ്ങനെ ഇരിക്കട്ടെ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരട്ടെ. നമ്മള് പൈസ അടക്കാതെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇത് ഞങ്ങൾ ചെയ്യായിട്ടാണെന്ന് പറയാ. ഇതാവൊന്നുമില്ലല്ലോ, ഒരു കാരണമില്ലാതെയാണോ ഇപ്പൊ ഈ ചെയ്തതൊക്കെ. MS അനീഷ് കുമാർ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായും. അനീഷ്, നമ്മൾ ആ വീട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. അവർ പറയുന്നത് വ്യക്തിവിരോധം തീർക്കുകയാണ് കെഎസ്ഇബി എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം. അതേസമയം നിയമപരമായി മുന്നോട്ട് പോവുകയാണ് കാര്യങ്ങൾ. റിമാൻഡിലാണ് ഈ രണ്ടുപേരും ഉള്ളത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് നാടകീയമായ സംഭവങ്ങൾ തിരുവമ്പാടിയിൽ ഉണ്ടായത്. കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഈ റസാഖിന്റെ കുടുംബം കറണ്ട് ചാർജ്, റസാഖിന്റെ മകൻ അജ്മൽ കറണ്ട് ചാർജ് ഓൺലൈനായി അടയ്ക്കുകയും പിന്നീട് കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ച് കെഎസ്ഇബി ഉദ്യോഗസ്ഥർ റസാഖിന്റെ വീട്ടിലെത്തി കണക്ഷൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ സമയത്ത് അജ്മൽ മോശമായ രീതിയിൽ അപമര്യാദയായ പെരുമാറ്റം അജ്മലിന്റെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായി എന്നാണ് കെഎസ്ഇബി പറയുന്നത്. ഇതിനെ തുടർന്ന് പോലീസിൽ കെഎസ്ഇബി പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. ഈ വാർത്ത ദിനപത്രങ്ങളിൽ വന്നതോടുകൂടി അജ്മൽ രോഷാകുലനാവുകയും കെഎസ്ഇബി ഓഫീസിലെത്തി ഓഫീസ് അടിച്ചു തകർക്കുകയും ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയും അവരുടെ ദേഹത്ത് മലിനജലം ഒഴിക്കുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് അജ്മലിന്റെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. എന്നാൽ ഇതേ തുടർന്ന് പിന്നീട് ഈ വീട്ടിലെ കറണ്ട് കണക്ഷൻ കെഎസ്ഇബി പ്രതികാരത്തോടുകൂടി വിച്ഛേദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ഗൃഹനാഥനായ റസാഖിന്റെ പേരിലാണ് കണക്ഷൻ ഉള്ളത്. നിലവിൽ ഈ കണക്ഷനിൽ പണം അടച്ച അവസ്ഥയിലുമാണുള്ളത്. അതുകൊണ്ട് മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മകനെ നിയമ നടപടിക്ക് വിധേയമാക്കുമ്പോൾ എന്തിന് തങ്ങളുടെ വയോധികരായ തങ്ങളുടെ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ചു എന്ന ചോദ്യമാണ് റസാഖും ഭാര്യയും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 1 മണിക്കൂറോളം കെഎസ്ഇബി ഓഫീസിൽ മെഴുകുതിരി വെട്ടത്തിൽ പ്രതിഷേധവുമായി ഇരുവരും നിലയുറപ്പിച്ചിരുന്നു. പിന്നീട് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അദ്ദേഹം കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമായിരുന്നു. ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയ ശേഷം വീണ്ടും പ്രതിഷേധവുമായി കെഎസ്ഇബി ഓഫീസിലേക്ക് എത്തുമെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അജ്മൽ. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിയമം ഉപയോഗിച്ചാണ് തന്റെ കറണ്ട് കണക്ഷൻ വിച്ഛേദിച്ചതെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ അജ്മലും തന്റെ ഭാഗിനെ അയച്ച് രംഗത്തെത്തുന്നത്. കാരണം താൻ കെഎസ്ഇബി ഓഫീസിൽ പോയി ഇക്കാര്യം ചോദിക്കുക മാത്രമാണ് ചെയ്തത്. കെഎസ്ഇബി ഉദ്യോഗസ്ഥരാണ് അപമര്യാദയിൽ പെരുമാറുകയും ഉപകരണങ്ങൾ തകർക്കുകയും ചെയ്ത് ആ കുറ്റം തന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ താൻ മൊബൈലിൽ ചിത്രീകരിച്ചടക്കം തന്റെ കൈവശമുണ്ട്. പോലീസിന്റെ കൈവശമാണ് ആ ഫോൺ ഉള്ളത്. ആ ഫോൺ തിരിച്ചു കിട്ടിയാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്നും ഇയാൾ പറയുന്നു. എന്തായാലും സംഭവം വലിയ ചർച്ചയായ സാഹചര്യത്തിൽ കെഎസ്ഇബി ഉന്നത ഉദ്യോഗസ്ഥർ വിഷയത്തിൽ ഇന്ന് ഇടപെടുമോ എന്നതാണ് കാണേണ്ടത്. ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. അനീഷ്, ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരേണ്ടത്, ഇത്തരത്തിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ വിച്ഛേദിച്ച കറണ്ട് അത് തിരിച്ചു കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. മറ്റൊന്ന്, ഈ അക്രമം നടത്തിയവർ ഇപ്പോൾ റിമാൻഡിലാണ്, അവർക്കുള്ള ശിക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വീട്ടുകാരെന്ത് പിഴച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നില്ലേ? അതാണ് പ്രധാനമായി വിമർശനം ഉയർത്തുന്നത്. കാരണം കെഎസ്ഇബി പറയുന്ന ന്യായവാദം ഈ 3 ലക്ഷം രൂപയോളം കെഎസ്ഇബിക്ക് നഷ്ടം വരുത്തിയിരിക്കുന്നു ഈ അജ്മലും സഹോദരനും കൂടി കെഎസ്ഇബി ഓഫീസിൽ നടത്തിയ അക്രമത്തിൽ. അതുകൊണ്ട് അതിന്റെ നഷ്ടപരിഹാരം ലഭിച്ച ശേഷമേ കറണ്ട് കണക്ഷൻ, അതായത് കെഎസ്ഇബിക്ക് നടത്തിയ നഷ്ടം പരിഹരിച്ച ശേഷമേ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്ന ഒരു വാദമാണ് കെഎസ്ഇബി ഉന്നയിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ PDPP ആക്ടും മറ്റും ഒക്കെയുണ്ട്. പൊതു വസ്തുവകകൾ നാശം വരുത്തിയാൽ അവ കെട്ടിവെച്ച് അതിന്റെ തുക കെട്ടിവെച്ച ശേഷം മാത്രമേ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്ന അടക്കമുള്ള
നടപടിക്രമങ്ങളുള്ളൂ. വിദ്യാർത്ഥി സമരത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്ന അനന്തര നിയമം ആ വിദ്യാർത്ഥികൾ പണം കെട്ടിവെച്ച ശേഷം മാത്രമാണ് ജാമ്യത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്, റിമാൻഡിലാണ്. അതിൽ നിന്നും പണം ഈടാക്കാനുള്ള ഉപാധികൾ കേസ് ഇവിടെ മുന്നിലുള്ളതാനും അത്തരമൊരു സാഹചര്യത്തിൽ എന്തിന് വയോധികരായ ഈ മാതാപിതാക്കളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു, പ്രത്യേകിച്ചും റസാഖിന്റെ റസാഖിന്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ ഉള്ളതും. അവർ വയോധികരാണ്, വെളിച്ചവും വെട്ടവും ഇല്ലാതെ ജീവിക്കുക ബുദ്ധിമുട്ടാണ്. ഒപ്പം ബാത്റൂമിൽ പോകാനുള്ള വെള്ളം പോലും വീട്ടിലില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മാനുഷികമായ പരിഗണന ഇക്കാര്യത്തിൽ ആ വയോധികർക്കെങ്കിലും നൽകണമായിരുന്നു എന്ന വാദം തന്നെയാണ് പ്രബലമായി ഉയരുന്നത്. അശ്വതി, അതാണ് വൈദ്യുതി വിച്ഛേദിച്ച സംഭവത്തിൽ ഇപ്പോൾ KSEB ഓഫീസിന് മുന്നിൽ സമരമിരുന്ന വയോധികൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹം ആശുപത്രി വിടുമ്പോൾ വീണ്ടും KSEB ഓഫീസിലേക്ക് എത്തുകയും പ്രതിഷേധ സമരം ഇരിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇക്കാര്യത്തിൽ KSEB എന്താണ് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ നോക്കാം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.